നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്റർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ ട്രൂ സ്റ്റോറി ഓഫ് 3 ലിറ്റിൽ പിഗ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് എന്നറിയുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട വേറൊരു കഥയുണ്ട്. അതായത് 3 ലിറ്റിൽ പിഗ്സ് എന്ന് പറയുന്ന ഒരു കുട്ടികൾക്കൊക്കെ കേൾപ്പിച്ച് കൊടുക്കുന്ന കഥകളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥയുണ്ട് 3 ലിറ്റിൽ പിഗ്സ് എന്നുള്ള നെയിമിൽ. അപ്പോൾ ആ ഒരു കഥയിൽ മെയിനായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ 3 പന്നിക്കുട്ടികളും പിന്നെ ഒരു വുൾഫും ഉണ്ട്. ചെന്നായയുടെ ഒരു കഥയാണ് ഈ 3 ലിറ്റിൽ പിഗ്സ് എന്ന് പറയുന്ന കുട്ടികളുടെ കഥ. അപ്പം അത് സ്വാഭാവികമായിട്ടും ആ പിഗ്ഗുകളേനെ ഈ ഒരു ചെന്നായ ഉപദ്രവിക്കുന്ന രീതിയിൽ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതേ കഥയുടെ തന്നെ ദ ട്രൂ സ്റ്റോറി ഓഫ് 3 ലിറ്റിൽ പിഗ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ 3 ലിറ്റിൽ പിഗ്സ് എന്നുള്ള കഥ ഒന്ന് മാറ്റിയിട്ട് അത് ആ ഒരു വുൾഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മൾ പല കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനൊരു വ്യക്തി അതിൻ്റെ ഒരു വിക്ടിമായി എന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ച് പിന്നീട് അതിങ്ങനെ ചുരുളഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും അയാൾ ആക്ച്വലി അതിൽ എന്താ പറയുക തെറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ മേ ബി ആ ഒരു വിക്ടിമായിട്ട് അഭിനയിച്ച ഒരാൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ കുറ്റക്കാരനായിട്ട് അതുവരെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അതിൽ യാതൊരു ക്രൈമും ചെയ്തിട്ടില്ല എന്നൊക്കെ തെളിയുന്നത് പോലെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അത്തരത്തിൽ ആക്ച്വൽ സ്റ്റോറി ആയിട്ടുള്ള 3 ലിറ്റിൽ പിഗ്സിൽ ഈ ഒരു പിഗിനെ ഉപദ്രവിക്കുന്ന ഒരു വുൾഫിൻ്റെ കഥയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വുൾഫ് സംസാരിക്കുകയാണ്. അതായത് ആ ഒരു വുൾഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ആക്ച്വലി ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു വുൾഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ദ ട്രൂ സ്റ്റോറി ഓഫ് 3 ലിറ്റിൽ പിഗ്സ് എന്നുള്ളത്. അപ്പം നമുക്കതിൻ്റെ ആ ഒരു ഫസ്റ്റ് വരുന്ന നമ്മുടെ 3 ലിറ്റിൽ പിഗ്സ് എന്നുള്ള സ്റ്റോറി നമുക്ക് ഷോർട്ടായിട്ടൊന്ന് നോക്കാം, അതിലെന്താണ് നടക്കണേന്നുള്ളത്. അപ്പോൾ അത് പഠിച്ചതിന് അതൊന്ന് ജസ്റ്റ് ഒന്നൊരു ഔട്ട്ലൈൻ പോലെ അറിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ട്രൂ സ്റ്റോറി ഓഫ് 3 ലിറ്റിൽ പിഗ്സിലോട്ട് പോകാൻ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. നമ്മളുടെ പിക്ചറിൽ കാണുന്നുണ്ടല്ലേ 3 പന്നിക്കുട്ടികളുണ്ട്, 3 പേര് ഓരോ വീടൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലൊരു വുൾഫിൻ്റെ ഒക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എന്താണ് ആ കഥയിൽ പറയുന്നതെന്ന് നോക്കാം. ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ആമുഖം പോലെ കേട്ടാൽ മതി. The mother pig advises her 3 little pigs to build a house for each. അപ്പോൾ അമ്മ പന്നി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളോട് പറയണം നിങ്ങൾ 3 പേര് സ്വന്തമായിട്ട് ഓരോ വീട് വെക്കണമെന്ന് പറഞ്ഞ് വിടുകയാണ്. The pigs build their houses out of different materials, straw, sticks and bricks. അപ്പോൾ 3 പന്നിക്കുട്ടികളും ഓരോരുത്തരും അവരുടെ ഐഡിയ അനുസരിച്ചിട്ടാണ് വീട് വെക്കുന്നത്. ആദ്യത്തെ ആൾ ഭയങ്കര ലേസിയാണ്, മടിയനായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, വൈക്കോലും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീട് വെക്കുന്നത്. ഒട്ടും സ്ട്രോങ് അല്ലാത്ത വളരെ ഫീബിളായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ആദ്യത്തെ പന്നിക്കുട്ടൻ വെക്കുന്നത്. രണ്ടാമത്തെ ആൾ ഏകദേശം കുറച്ച് ലേസി ആയതുകൊണ്ട് തന്നെ അവൻ സ്റ്റിക്കുകൾ യൂസ് ചെയ്തിട്ട് വടികളും കോയിലുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പക്ഷേ മൂന്നാമത്തെ ആൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ, മടിയില്ലാത്ത ആളായതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാണ്, ബ്രിക്സുകൾ കട്ടയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടിക കട്ട പോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആളെന്ത് ചെയ്യുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിപൊളി വീട് വെക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് 2 പേരുടെ കുറേ തവണ പറയുന്നുണ്ട് ഇതൊട്ടും സ്ട്രോങ് അല്ല, ഒരു കാറ്റടിച്ചാൽ തന്നെ വീണ് പോകും, അപ്പോൾ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ 2 പേരും സ്ട്രോങ് ഉണ്ട്, വൈക്കോലുകൊണ്ട് വീടുണ്ടാക്കിയ ആളും സ്റ്റിക്ക് കൊണ്ട് വീടുണ്ടാക്കിയിട്ടുള്ള പന്നിക്കുട്ടി എന്ത് ചെയ്യുന്നില്ല, ഇതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നീ എങ്ങനെയാണെന്ന് ചെയ്തോ, പക്ഷെ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നമുക്ക് ജസ്റ്റ് ഷെൽട്ടർ പോലെ കിടന്നുറങ്ങുന്ന സ്ഥലം പോരെ, അതിന് ഇത്രയൊക്കെ മതി എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് 2 പേർക്കും. ദ ബിഗ് ബാഡ് വുൾഫ് ബ്ലോസ് ഡൗൺ ദ ഫസ്റ്റ് 2 pigs ഹൗസസ് ബട്ട് നോട്ട് ദ 3rd pig's ഹൗസ്. അപ്പോൾ ഇത് ഷോർട്ടാക്കിയിട്ടാണോ പറയണം, കംപ്ലീറ്റ് ഞാൻ സ്റ്റോറി ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വുൾഫ്, ഒരു ചെന്നായ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ഡോർ ഓപ്പൺ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒറിജിനൽ സ്റ്റോറി വായിച്ചിട്ടുണ്ടെങ്കിൽ കാണും. പക്ഷേ ഇവർ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഈ ഒരു വുൾഫ് ചെല്ലുന്നത് സ്ട്രോങ് ഉണ്ട്, വൈക്കോലുകൊണ്ട് വീട് വെച്ചിട്ടുള്ള പിഗിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഈ വുൾഫിന് ദേഷ്യം വന്നിട്ട് വുൾഫ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് തുമ്മുക, ഒന്ന് ചുമക്കുക, ഒന്ന് ഊതുകയൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു സ്ട്രോ ഒക്കെ പാറിപ്പോയിട്ട് ആ വീട് അവിടെ ഇല്ലാണ്ടാവുകയാണ്. ബട്ട് നോട്ട് ദ അതേസമയം തന്നെ രണ്ടാമത് ആൾ ആരടുത്തേക്ക് പോകുന്നുണ്ട്, ആ ഒരു സ്റ്റിക്ക് കൊണ്ട് വീടുണ്ടാക്കിയിട്ടുള്ള ആളുടെ വീട്ടിലേക്ക്, പന്നിക്കുട്ടരുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയ വീടും ഈ വുൾഫ് എന്ത് ചെയ്യാണ്, നശിപ്പിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഊതുമ്പോഴേക്കും എന്ത് ചെയ്യാണ്, ആ ഒരു സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടും ഇല്ലാണ്ടാവുകയാണ്. ലാസ്റ്റ് ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്രിക്ക് കൊണ്ട് വീടുണ്ടാക്കിയിട്ടുള്ള പന്നിക്കുട്ടിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ സംഭവിക്കണം, ഇവൻ എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വീടിന് അതൊന്നും സംഭവിക്കുന്നില്ല, കാരണം നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ദ വുൾഫ് ട്രൈസ് ടു ട്രിക്ക് ദ 3rd pig into leaving his house, but the pig outsmarts him. അതേസമയം ഈ ഒരു വുൾഫിന് അപ്പം എന്ത് ചെയ്യാം, ഭയങ്കര ദേഷ്യം വന്നിട്ട് ആളെന്ത് ചെയ്യണം, ചിമ്മിനി വഴി ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദ വുൾഫ് ഇവൻച്വലി ഫോൾസ് ഇൻ ടു എ പോട്ട് ഓഫ് ബോയിലിംഗ് വാട്ടർ ആൻഡ് റാൻ അവേ. പക്ഷെ ആ ഒരു എന്താ പറയുക, ലിറ്റിൽ പിഗ് എന്താണ്, വളരെ ക്ലവർ ആയതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ചിമ്മിനി വഴി ഈ ഒരു വുൾഫ് ഇറങ്ങി വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഒരു പാത്രം നിറയെ തിളച്ച വെള്ളം കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ഈ വുൾഫ് വന്ന് വീഴുന്ന ആ വെള്ളത്തിലേക്കാണ്. അപ്പോൾ അതോടുകൂടി ദേഹം പൊള്ളിയിട്ട് ആ വുൾഫ് ഇറങ്ങി ഓടുന്നതാണ് നമുക്ക് ആ കഥയിൽ കാണാൻ പറ്റണം. ദ 2 pigs who built their houses out of straw and sticks feel
feel sorry for being lazy and build their house out of bricks too. അപ്പോൾ മറ്റ് 2 പന്നിക്കുട്ടികൾക്കും എന്ത് ചെയ്യണം, ഭയങ്കര നിരാശ തോന്നണം. അപ്പോഴേ ഇവൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ള രീതിക്ക് ഭയങ്കര നിരാശ തോന്നുകയാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ അവർ മടി പിടിച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അത് ദോഷമായിട്ട് വരിക എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഒറിജിനൽ ഈ ഒരു കുട്ടികൾക്കുള്ള ഈ സ്റ്റോറി ആയിട്ട് 3 ലിറ്റിൽ പിഗ്സ് എന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ വുൾഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ദ ട്രൂ സ്റ്റോറി ഓഫ് ദ 3 ലിറ്റിൽ പിഗ്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വുൾഫിന് പേരൊക്കെ ഉണ്ട് കേട്ടോ. അലക്സാണ്ടർ ടി വുൾഫ് എന്നുള്ളതാണ് ആളുടെ പേര്. നൗ ഇൻ ജയിൽ ഫോർ ക്രൈംസ് അഗൈൻസ്റ്റ് 3 ലിറ്റിൽ പിഗ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വുൾഫ് എന്താണ്, ജയിലിലാണ്. ആള് ക്രൈം ചെയ്ത് ഈ പിഗുകളെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ക്രൈമുകളൊക്കെ കുറ്റം ചുമത്തിയിട്ട് നമ്മുടെ വുൾഫ് എന്താണ് ഇപ്പോൾ അകത്താണ്. ഇൻസിസ്റ്റ് ഹി വാസ് ഫ്രെയിംഡ്. ദ ട്രൂത്ത് ഹി എക്സ്പ്ലെയിൻസ് ഇസ് ദാറ്റ് ഹി വിസിറ്റഡ് ദ നെയ്ബറിംഗ് പിഗ്സ് ഹോംസ് ആസ്കിംഗ് ഫോർ എ കപ്പ് ഓഫ് ഷുഗർ ടു മേക്ക് എ കേക്ക് ഫോർ ഹിസ് ഡിയർ ഓൾഡ് ഗ്രാനി. അപ്പോൾ നമ്മുടെ ഈ വുൾഫ് എന്ത് ചെയ്യാണ്, വുൾഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയണം. അപ്പോൾ ആൾ പറയുകയാണ്, ഞാൻ എൻ്റെ അടുത്തുള്ള നാട്ടിലുള്ള ഈ പിഗുകളുടെ വീടുകളിലൊക്കെ ഞാൻ പോയത് അവർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് എനിക്ക് കുറച്ച് ഷുഗർ വേണമായിരുന്നു, ഒരു കപ്പ് ഓഫ് ഷുഗർ വേണമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദറിന്, എൻ്റെ മുത്തശ്ശിക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീട്ടിലോട്ട് പോയത്. ഹി നോട്ട്സ് ഹി ഹാഡ് എ ബാഡ് ഹെഡ് കോൾഡ് ദാറ്റ് ഡേ. ആൾ പറയും എനിക്കന്ന് ഭയങ്കര ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടായിരുന്ന ടൈം കൂടെയാണ്. സോ ദർ വാസ് നെവർ എനി വയലന്റ് ഹഫിങ് ആൻഡ് പഫിങ് ആസ് ദ ട്രഡീഷണൽ സ്റ്റോറി സേസ്. അപ്പോൾ ആൾ പറയണത് മനഃപൂർവ്വം ഞാൻ തുമ്മോ ചുമയ്ക്കോ അല്ലെങ്കിൽ ഊതോ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ വീട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആ ഒരു പഴയ സ്റ്റോറിയിൽ പറയണം, ഞാൻ മനഃപൂർവ്വം തുമ്മിയിട്ടും ചുമച്ചിട്ടും ഊതിയിട്ടൊക്കെ അത് കേടുവരുത്തി വീട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ആക്ച്വലി അന്ന് കോൾഡ് ഉണ്ടായിരുന്നു. ഹി ജസ്റ്റ് ഹാഡ് എ കപ്പ് ഓഫ് ബാഡ് സ്നീസിങ് ഫിറ്റ്സ് വെൻ ഹി ഫൗണ്ട് ദ ഫസ്റ്റ് 2 ലൈഫ്ലെസ് പിഗ്സ് ഇൻ ദെയർ ഹൗസസ് വിച്ച് ഹി വുഡ് ആക്സിഡൻ്റലി ബ്ലോൺ ഡൗൺ. ഹി ഫെൽറ്റ് ഇറ്റ് വുഡ് ബി റോങ് ടു ലീവ് ഫുഡ് അറൗണ്ട് ടു സ്പോയിൽ. അപ്പോൾ ആൾ പറയാണ്, അതായത് ആദ്യത്തെ എന്താ പറയുക 2 വീടുകളും ആളുടെ അബദ്ധം കൊണ്ട്, ആൾക്ക് തുമ്മലുണ്ടായിരുന്നു കൊണ്ട് ആ തുമ്മലും ആ ഒരു ബ്രീത്തൊക്കെ തട്ടിയിട്ട് 2 വീണ് പോയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ ആരുണ്ടായിരുന്നു, ഈ ഒരു പന്നിക്കുട്ടികളുണ്ടായിരുന്നു, പിഗുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വുൾഫിനെ സംബന്ധിച്ച പിഗുകളെന്ന് പറയുന്നത് എന്താണ്, ഫുഡാണ്. അപ്പോൾ ആ ഫുഡ് അങ്ങനെ വെറുതെ ഇട്ടിട്ട് പോകണ്ടല്ലോ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. സോ ഹി എയ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ആ 2 വീട്ടിലത്തെയും തകർന്നു പോയ വീട്ടിലത്തെ പന്നിക്കുട്ടികളെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു. അത് വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വിച്ച് ഹി സേസ് വുഡ് ബി ജസ്റ്റ് ലൈക്ക് ഹിസ് റീഡേഴ്സ് ഈറ്റിംഗ് എ ബിഗ് ജ്യൂസി ചീസ് ബർഗർ. അപ്പോൾ അതേപോലെ നമ്മൾ സാധാരണ മനുഷ്യന്മാരൊരു ബർഗറൊക്കെ കഴിക്കുന്ന ലാഘവത്തിൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരോട് ഇട്ട് പോയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ കഴിച്ചതല്ലാണ്ട് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അവരെ ഫുഡാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ആക്രമിച്ചിട്ടില്ല. ഹി അഡ്മിറ്റ്സ് ഹി വാസ് പൗണ്ടിങ് വയലൻ്റ്ലി അറ്റ് ദ 3rd pig's door when the cops arrived. അപ്പോൾ ആൾ പറയുന്നത് ശരിയാണ്, പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ 3ാമത്തെ പിഗിൻ്റെ ഡോറിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ബട്ട് ഓൺലി ബിക്കോസ് ദ പിഗ് ഹാഡ് മെയ്ഡ് ഡെറോഗേറ്ററി റിമാർക്സ് അബൌട്ട് ഗ്രാനി. പക്ഷെ അതൊരിക്കലും എനിക്ക് ആ പിഗിനോടുള്ള ദേഷ്യം കൊണ്ടോ മറ്റുള്ള പിഗുകളോടൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ പോലീസുകാർ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആ ഒരു പിഗ് 3ാമത്തെ വീട്ടിലത്തെ പിഗ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിലാണ് ഞാനിങ്ങനെ വീടിൻ്റെ വാതിൽ നന്നായിട്ട് അടിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ്സ് വെൻ ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ദ മീഡിയ സ്പൺ ദ ഹോൾ ഇവന്റ് ടു വില്ലിഫൈ ഹിം. അപ്പോൾ ആൾ പറയാണ്, അത് ആ ഒരു സമയത്താണ് പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തതും മൊത്തത്തിൽ ഞാനൊരു വില്ലനായിട്ട് മാറിയതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മുടെ പഴയ സ്റ്റോറിയിൽ ആ 2 പന്നിക്കുട്ടികളെ തന്നെ ഇയാൾ കഴിച്ച കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്റ്റോറിയിലാണ് നമ്മൾ കാണുന്നത്. ആ ഒരു 2 പന്നിക്കുട്ടികളെ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഡോറ് മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പോലീസുകാരവിടെ വന്ന് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ഇതിലാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ദിസ് സ്റ്റോറി മേക്സ് യു തിങ്ക് അബൌട്ട് ട്രൂത്ത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിനെ കുറിച്ചാണ്. ഈസ് ട്രൂത്ത് വാട്ട് ദ majority believes or should we take the time to assess events from all point of view? എല്ലാവരും സ്വാഭാവികമായിട്ടും വിശ്വസിക്കുക ആരുടെ ഭാഗത്താണ് തെറ്റെന്നാണ്, വുൾഫിൻ്റെ ഭാഗത്താണെന്നാണ്. വുൾഫ് മനഃപൂർവ്വം അവരെന്നെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ള രീതിക്കാണ് എടുക്കുക. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്ന ആ കാര്യമാണോ സത്യം, അതോ യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് ടൈം എടുത്ത് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ഐഡിയ കിട്ടിയിട്ട് അതിനുശേഷം വിശ്വസിക്കുന്ന കാര്യമാണോ സത്യം? മേ ബി ഒരു സത്യം മാറി മറിഞ്ഞ് വന്നേക്കാം എന്നാണ് പറയുന്നത്. ദ വുൾഫ് ഹാസ് എ ഗ്രേറ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ സെയിം സീക്വൻസ് ഓഫ് സർക്കംസ്റ്റൻസസ്. അപ്പോൾ ഈ വുൾഫ് എന്തുണ്ട്, കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. എൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് ശരി, അല്ലാതെ നിങ്ങളൊക്കെയും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലത്തെ ആ ഒരു കഥ പോലെയല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഞാൻ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരേ സ്റ്റോറിയുടെ തന്നെ
രണ്ട് പോയിന്റ് ഓഫ് വ്യൂകളാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം എന്താണ്, വാട്ട് ഇസ് ട്രൂത്ത് എന്നുള്ളതാണ്. ഇത് ശരിക്കും നമ്മൾ ഏതാണ് സത്യമായിട്ട് വിശ്വസിക്കുന്നത്, ട്രൂത്തിന് എപ്പോഴും ഇത്തരത്തിൽ മാറി മറിയാവുന്ന രണ്ട് മുഖങ്ങളുണ്ട് എന്നാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് നമ്മുടെ എന്താ പറയുക ഓഥർ പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ.